ഹായ് ഓൾ, മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഐക്യ കേരള പ്രസ്ഥാനത്തെക്കുറിച്ചാണ് ഈ ക്ലാസ്സിലൂടെ അറിയാൻ പോകുന്നത്. എന്താണ് ഐക്യ കേരള പ്രസ്ഥാനമെന്നും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പം നിങ്ങൾ ക്ലാസ്സുകൾ കാണുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഐക്യ കേരള പ്രസ്ഥാനം ഒരേ ഭാഷ സംസാരിച്ചിരുന്നവരെങ്കിലും മലയാളികൾ 3 വ്യത്യസ്ത ഭരണമേഖലകളായി ഭിന്നിച്ച് കിടക്കുകയായിരുന്നു. ഒരേ ഭാഷ സംസാരിച്ചിരുന്നവരാണ് മലയാളികൾ, പക്ഷേ ഇത് 3 വ്യത്യസ്ത ഭരണമേഖലകളിലായിട്ടാണ് വ്യാപിച്ചു കിടന്നത്. 1920 നാഗ്പൂർ സമ്മേളനം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ സംസ്ഥാന കോൺഗ്രസ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന് തീരുമാനിച്ച സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനമാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ വേണം എന്ന് പറഞ്ഞ സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനമാണ്. ഇതേ തുടർന്ന് കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വരുന്നു. KPCCയുടെ ആദ്യ സെക്രട്ടറി, കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി KPCC, ഇതിൻ്റെ ആദ്യ സെക്രട്ടറി ആയിരുന്നു K. മാധവൻ നായർ. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് ഒറ്റപ്പാലത്താണ്. 1921 ഏപ്രിൽ 23 മുതൽ 26 വരെയാണ് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം ഒറ്റപ്പാലത്ത് വെച്ച് നടക്കുന്നത്. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ബാരിസ്റ്റർ T. പ്രകാശമായിരുന്നു. അപ്പം ഒറ്റപ്പാലത്ത് നടന്ന 1921 ഒറ്റപ്പാലത്ത് നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആരാണ്? അത് ബാരിസ്റ്റർ T. പ്രകാശമായിരുന്നു. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ആരാണ്? T. പ്രകാശം. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് T. പ്രകാശമാണ്. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിലെ പ്രതിനിധികൾ ഒരുമിച്ച് പങ്കെടുത്ത ആദ്യ സമ്മേളനമാണ് 1921 ഒറ്റപ്പാലം സമ്മേളനം. മലബാറിലെയും കൊച്ചിയിലെയും തിരുവിതാംകൂറിൽ നിന്നുമുള്ള പ്രതിനിധികൾ ഒരുമിച്ച് പങ്കെടുത്ത ആദ്യ സമ്മേളനമായിരുന്നു 1921 ഒറ്റപ്പാലം സമ്മേളനം. തുടർന്ന് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വരുന്നു. പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം. 1928 പയ്യന്നൂർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. 1928 പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന് പ്രമേയം അവതരിപ്പിച്ച സമ്മേളനം 1928 പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനമാണ്. മെയ് 25 മുതൽ 27 വരെയായിരുന്നു ഈ സമ്മേളനം നടന്നത്. ഐക്യ കേരള കൺവെൻഷൻ. ഐക്യ കേരളം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ചത് 1928 ഏപ്രിലിൽ നടന്ന നാട്ടുരാജ്യ പ്രജാ സമ്മേളനത്തിലാണ്. അപ്പോൾ ഐക്യ കേരളം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് 1928 ഏപ്രിലിൽ എറണാകുളത്ത് വെച്ച് നടന്ന നാട്ടുരാജ്യ പ്രജാ സമ്മേളനത്തിലായിരുന്നു. 1947 തൃശ്ശൂരിലായിരുന്നു ഐക്യ കേരള കൺവെൻഷൻ നടന്നത്. 1947 തൃശ്ശൂരിൽ എന്താണ് നടന്നത്? ഐക്യ കേരള കൺവെൻഷൻ. ഐക്യ കേരള കൺവെൻഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? K. കേളപ്പനായിരുന്നു. ഐക്യ കേരള കൺവെൻഷൻ്റെ അധ്യക്ഷൻ K. കേളപ്പൻ. ഐക്യ കേരള കൺവെൻഷനിൽ ഐക്യ കേരളം എത്രയും പെട്ടെന്ന് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് E. മൊയ്തു മൗലവിയായിരുന്നു. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഐക്യ കേരള സമ്മേളനം നടന്നത് ആലുവയിൽ വെച്ചിട്ടാണ്. അടുത്തതാണ് കൊച്ചി സംയോജനം.
തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ചുകൊണ്ട് 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വന്നു. തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ചുകൊണ്ട് 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വരുന്നു. തിരുവിതാംകൂർ രാജാവ് തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ രാജപ്രമുഖ സ്ഥാനം വഹിച്ചു. അപ്പോൾ തിരുവിതാംകൂറും കൊച്ചിയും കൂടെ ചേർന്ന് തിരുക്കൊച്ചി ഉണ്ടാകുന്നു. അപ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് എന്താകുന്നു? തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ രാജപ്രമുഖ് എന്ന സ്ഥാനത്തേക്ക് വരുന്നു. കൊച്ചി രാജാവിന് ഉപരാജപ്രമുഖ് എന്ന സ്ഥാനം വാഗ്ദാനം ചെയ്തെങ്കിലും അദ്ദേഹം അത് നിരസിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് തിരുക്കൊച്ചിയുടെ രാജപ്രമുഖാകുകയും കൊച്ചി രാജാവിന് ഉപരാജപ്രമുഖ എന്ന സ്ഥാനം വാഗ്ദാനം ചെയ്തെങ്കിലും കൊച്ചി രാജാവ് അത് നിരസിച്ചു. തിരുക്കൊച്ചി രൂപീകരണ സമയത്തെ കൊച്ചി രാജാവ് പരീക്ഷിത് തമ്പുരാനായിരുന്നു. അപ്പോൾ തിരുക്കൊച്ചി രൂപീകരണം നടക്കുമ്പോൾ കൊച്ചിയുടെ രാജാവ് ആരായിരുന്നു? അത് പരീക്ഷിത് തമ്പുരാനായിരുന്നു. തിരുവിതാംകൂർ രാജാവിനെ പുതിയ സ്ഥാനത്തിൻ്റെ തലവനായി നിയമിച്ച നീക്കത്തിനെതിരെ നിരവധി പേർ രംഗത്ത് വന്നു. മലബാറും തിരുക്കൊച്ചിയും ചേർന്ന് സംസ്ഥാനം രൂപീകരിക്കണം എന്നവർ വാദിച്ചു. കേന്ദ്ര സർക്കാരിനോടുള്ള പ്രതിഷേധ സൂചകമായി കെ കേളപ്പൻ ഐക്യകേരള കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നു. ഐക്യകേരള പ്രസ്ഥാനം ശക്തമാക്കാൻ 1946 രൂപീകൃതമായ KPCC ഉപസമിതി യോഗം ചെറുതുരുത്തിയിൽ നടന്നു. അപ്പം ഐക്യകേരള പ്രസ്ഥാനം ശക്തമാകാൻ വേണ്ടിയിട്ട് 1946 രൂപീകൃതമായതാണ് കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി KPCC ഉപസമിതി യോഗം ചെറുതുരുത്തിയിൽ നടക്കുന്നു. ഇതിൻ്റെ അധ്യക്ഷൻ KP കേശവമേനോനായിരുന്നു. തിരുക്കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രി പറവൂർ TK നാരായണപിള്ള. തിരുക്കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രി പറവൂർ TK നാരായണപിള്ളയും തിരുക്കൊച്ചിയിലെ അവസാനത്തെ മുഖ്യമന്ത്രി പനമ്പള്ളി ഗോവിന്ദമേനോനുമായിരുന്നു. അപ്പോൾ തിരുക്കൊച്ചിയിലെ മുഖ്യമന്ത്രിമാരാരൊക്കെയായിരുന്നു? പറവൂർ TK നാരായണപിള്ള, C കേശവൻ, AJ ജോൺ, പട്ടം താണുപിള്ള, പനമ്പള്ളി ഗോവിന്ദമേനോൻ എന്നിവർ തിരുക്കൊച്ചിയിലെ മുഖ്യമന്ത്രിമാരായിട്ടിരുന്നവരാണ്. പറവൂർ TK നാരായണപിള്ള, C കേശവൻ, AJ ജോൺ, പട്ടം താണുപിള്ള, പനമ്പള്ളി ഗോവിന്ദമേനോൻ. തിരുക്കൊച്ചി മന്ത്രിസഭയിലെ ആദ്യത്തെ വനിതാ മന്ത്രി ആരായിരുന്നു? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ആനി മസ്ക്രിൻ ആയിരുന്നു. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത് EMS നമ്പൂതിരിപ്പാടായിരുന്നു. ആരാണ് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത്? മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് EMS നമ്പൂതിരിപ്പാട്. 1.25 കോടി മലയാളികൾ. EMSൻ്റെ രചനയാണ് 1.25 കോടി മലയാളികൾ. ഐക്യകേരളം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഈ രചനയിലൂടെയാണ്. ഏക ഭാഷ സംസാരിക്കുന്ന മലയാളി സമൂഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വ്യാകരണ ഗ്രന്ഥമാണ് ലീലാതിലകം. ഐക്യകേരളം പ്രതിജ്ഞ കവിതയായി എഴുതിയത് NV കൃഷ്ണവാര്യരാണ്. എന്താണ് ലീലാതിലകം? ഐക്യകേരളം എന്ന ആശയം മുന്നോട്ട് വെച്ച ഏകഭാഷ സംസാരിക്കുന്ന മലയാളി സമൂഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വ്യാകരണ ഗ്രന്ഥമാണ് ലീലാതിലകം. ഐക്യകേരള പ്രതിജ്ഞ കവിതയായി എഴുതിയത് ആരാണ്? NV കൃഷ്ണവാര്യരാണ്. കേരള സംസ്ഥാന രൂപീകരണം. ഫസൽ അലിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലി. അദ്ദേഹം തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിവ ഉൾക്കൊള്ളിച്ച് കേരള സംസ്ഥാനം രൂപീകരിക്കാൻ നിർദ്ദേശം നൽകി. 1956 നവംബർ 1 മലബാർ, തിരുവിതാംകൂർ, കൊച്ചി പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരള സംസ്ഥാനം രൂപീകൃതമായി. തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുക്കുന്നു. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമായ ഏതൊക്കെ പ്രദേശങ്ങളാണ് മദ്രാസിന് വിട്ടുകൊടുത്തത്? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ മദ്രാസിന് വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗമായിരുന്ന താലൂക്കുകളാണ് കാസർഗോഡ്, ഹോസ്ദുർഗ് എന്നിവ. കേരളത്തിൽ നിന്ന് നമ്മൾ മദ്രാസിന് വിട്ടുകൊടുത്തു താലൂക്കുകൾ അഗസ്തീശ്വരം, വിളവൻകോട്, തോവാള എന്നിവയൊക്കെ. അത് കഴിഞ്ഞ് കേരളത്തോട് നമ്മൾ കൂട്ടിച്ചേർത്തത് തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗമായിരുന്ന 2 താലൂക്കുകളാണ് കാസർഗോഡും ഹോസ്ദുർഗും.
ഐക്യകേരളത്തെക്കുറിച്ച് നമുക്ക് ഇത്രയാണ് പഠിക്കാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിൻറ്റുകളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നും വിട്ടു പോകാതെ തന്നെ നിങ്ങൾ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കുക. അടുത്ത നമുക്ക് കേരളത്തിലെ സാഹിത്യ സ്രോതസ്സുകളെക്കുറിച്ച്, ആദ്യകാലങ്ങളിലെ സാഹിത്യ സ്രോതസ്സുകളെക്കുറിച്ച് പഠിക്കാം.